ഹായ് ഗായ്സ് വെൽക്കം ബാക്ക്. മൈക്ക് വെക്കാൻ മറന്നുപോയി ഫസ്റ്റ്. സോ ഒരുപാട് നാളായി ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ദിസ് ഇസ് മൈ ചാനൽ നെയിം ഇസ് സെലുലോസ് ആൻഡ് ഐ വെൽക്കം യു ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ലോങ് വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ടു എക്സ്പെക്ട് വെൻ യു ആർ ജോയിനിങ് ഫോർ എ 4 year BSc ഓണേഴ്സ് അഗ്രികൾച്ചർ പ്രോഗ്രാം. സോ നിങ്ങൾക്കറിയാം ഞാൻ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ കറൻ്റ്ലി ഐ എം ഡൂയിങ് മാസ്റ്റേഴ്സ് ഇൻ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ആണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. സോ ഒരുപാട് നാളായി എനിക്കൊരു ലോങ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോസ് ഇടുമ്പോഴും കുറേ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെ എനിക്ക് DM-ലൊക്കെ വന്ന് ചോദിക്കാറുണ്ട് ഒരുപാട് ഡൗട്ട്സ്. എങ്ങനെയാണ് അഗ്രികൾച്ചറിന് ജോയിൻ ചെയ്യുക, എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരിക, എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ, ഹോസ്റ്റൽ എങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. കുറേയൊക്കെ മെസ്സേജിന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാറുണ്ട്, പക്ഷെ കുറേയൊക്കെ റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യാം. സോ ബേസിക്കലി വാട്ട് ടു എക്സ്പെക്ട് വെൻ യു ആർ ജോയിനിങ് ഫോർ എ 4 year BSc അഗ്രികൾച്ചർ പ്രോഗ്രാം. സോ നമുക്കിതൊരു കാഷ്വൽ ആയിട്ട് പറഞ്ഞു പോകാം അല്ലേ. അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ 2021 ബാച്ചാണ് BSc അഗ്രികൾച്ചർ. ഞാൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ 4 year BSc അഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ 2021 ശേഷം 6th ഡീൻ കമ്മിറ്റിയിൽ ബസ്മയുടെ ഭാഗമായിട്ട് അതിനുശേഷം 2024 ബാച്ച് വന്നപ്പോഴാണെന്ന് തോന്നുന്നു നമ്മുടെ സിലബസ് ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ട് ആൻഡ് കുറച്ചൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്രയും കാലം പഠിച്ചു വന്ന എന്തൊക്കെയാണ് ബേസിക്കലി ഇതിൽ കവർ ചെയ്യുക. പെട്ടെന്ന് നമുക്കൊരു അഗ്രി എന്ന് കേൾക്കുമ്പോൾ എല്ലാ കുട്ടികളും തന്നെ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും. ചിലവര് അഗ്രികൾച്ചറിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡ് കൂടി വരികയാണ്. പക്ഷേ ചിലപ്പോൾ ചെറിയ മാർക്ക് വ്യത്യാസങ്ങൾ കൊണ്ട് അഗ്രി ചൂസ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരും ഉണ്ട് ബൈ ചാൻസ്. സോ അവർക്ക് വേണ്ടി ഒരു കോഴ്സ് ഓക്കെ അഗ്രി ചൂസ് ചെയ്യാം, പക്ഷെ എന്തായിരിക്കും ഞാൻ പഠിക്കേണ്ടി വരിക, അതാണ് ഇതിൽ പറയാൻ പോണത്. ഫസ്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സോ അഗ്രികൾച്ചർ എന്ന് പറയുമ്പം തന്നെ മേജറായിട്ട് ഒരു 5-6 സബ്ജക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലും കുറേ സബ്ജക്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് പഠിക്കേണ്ടി വരും. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഒന്ന് തൊട്ടു പോവാതെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറയും ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കും, ഇതൊരു 360 ഡിഗ്രി കോഴ്സ് ആണെന്ന് പറയും. ഇതൊരു 360 ഡിഗ്രി കോഴ്സ് ആണെന്ന് തന്നെ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഓറിയന്റേഷനും ഒക്കെ തരുമ്പോൾ. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ പഠിച്ചാൽ ലൈക്ക് വി ക്യാൻ ഗോ ഫോർ എനി ഫീൽഡ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. അതെന്ന് പറയുന്നതാണ് അഗ്രോണമി, പാത്തോളജി, entomology, horticulture, soil science, biotechnology, economics, extension. ഈ എക്സ്റ്റൻഷൻ ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ആൻഡ് അഗ്രികൾച്ചർ എക്കണോമിക്സ് ആണ്. സാധാ പോലത്തെ എക്കണോമിക്സ് സ്റ്റുഡൻസ് പഠിക്കുന്ന കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഇതൊക്കെ കൊണ്ടുപോകുന്നത്. സോ ബേസിക്കലി അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു 4 year കോഴ്സ് ആണെന്ന് അറിയാം. അതിൽ 8 സെമസ്റ്റർ ആണ് വരിക. അതിൽ 6 സെമസ്റ്റർ വരെയാണ് നമുക്ക് തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സും ഒക്കെ ആയിട്ട് വരുന്നത്. പിന്നെ 7th and 8th സെമസ്റ്ററിൽ നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് വർക്ക് ആൻഡ് കാര്യങ്ങളായിരിക്കും. 7th സെമസ്റ്റർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് റൂറൽ അഗ്രികൾച്ചർ വർക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അതിന് നമ്മൾ പല മൊഡ്യൂളുകളായി തിരിച്ച് ഓരോ മൊഡ്യൂളിലും നമുക്ക് ഓരോരോ വർക്ക് ആയിരുന്നു തന്നിട്ടുണ്ടായത്. പിന്നെ 8ാമത്തെ സെമസ്റ്റർ എന്ന് പറയുന്നത് എക്സ്പെരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാം, നമ്മൾ അതിനെ ELP എന്ന് വിളിക്കും. അപ്പൊ അതിൽ നമുക്ക് 2 കോഴ്സസിന്റെ കോമ്പിനേഷൻസ് എടുക്കാം, നമുക്ക് അതിൽ വർക്ക് ചെയ്യാം, നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു ടൈമാണത്. ലൈക്ക് നമ്മൾ ഇത്രയും കാലം പഠിച്ചതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും അതിനുള്ള മെത്തേഡ്സ് ഒക്കെയാണ്. അതിൽ നമുക്ക് മഷ്റൂം കൾട്ടിവേഷൻ, ടിഷ്യൂ കൾച്ചർ, പ്ലാന്റ്സിന്റെ കൾട്ടിവേഷൻ, വെജിറ്റബിൾ ക്രോപ്സിന്റെ സീഡ്ലിംഗ് പ്രൊഡക്ഷൻസ്, പിന്നെ ഓർണമെന്റൽ ക്രോപ്സിന്റെ സീഡ്ലിംഗ് പ്രൊഡക്ഷൻസ്, ഓർണമെന്റൽ ക്രോപ്സിന്റെ പ്രൊഡക്ഷൻ, നഴ്സറി കാര്യങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങൾ ഒക്കെയാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഓരോ സെമസ്റ്ററിലും എന്തൊക്കെ കോഴ്സാണ് ഇതിൽ നമുക്ക് പഠിക്കേണ്ടി വരിക എന്ന് നോക്കാം. സോ ഫസ്റ്റ് അഗ്രോണമീനെ പറ്റി പറയുകയാണെങ്കിൽ അഗ്രോണമി എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ കോഴ്സസ് ഓഫർ ചെയ്യുന്ന ഒരു മേജർ ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം കോളേജിൽ പല പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക സബ്ജക്ട്സിന്. അപ്പം അഗ്രോണമി ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു 10 കോഴ്സസ് ഈ ഒരു 8 സെമസ്റ്റർ കാലയളവിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് അഗ്രോണമി, അതായത് എങ്ങനെ നമുക്ക് ബേസിക് ആയിട്ട് എങ്ങനെ നമുക്ക് ലാൻഡ് പ്രിപ്പയർ ചെയ്ത് ഒരു ക്രോപ്പ് വളർത്തിക്കൊണ്ടുവരാം, അങ്ങനെ അങ്ങനെ ഓരോരോ ക്രോപ്പിനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പല പല കോഴ്സുകളായിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇറിഗേഷനെ പറ്റി, സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, പല പല ഫാമിംഗ് സിസ്റ്റംസിനെ പറ്റിയൊക്കെയാണ് അഗ്രോണമി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു വിഭാഗം ഡീൽ ചെയ്യുന്നത്.
അതിനുശേഷം നമുക്ക് വരികയാണെങ്കിൽ പാത്തോളജി. പാത്തോളജി എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യനെ പോലെ തന്നെ നമ്മുടെ ആനിമൽസിനെ പോലെ തന്നെ പ്ലാന്റ്സിനും ഒരുപാട് ഫംഗൽ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് കോസ് ചെയ്യുന്ന ഡിസീസസ് വരാം. അപ്പൊ അത് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അഗ്രികൾച്ചറൽ പ്ലാന്റ് പത്തോളജി എന്ന് പറയുന്നത്. അതിനുശേഷം എൻറ്റോമോളജി. എൻറ്റോമോളജി എന്ന് പറയുന്നത് നമ്മുടെ ഇൻസെക്ട്സിനെ പറ്റി പഠിക്കാനാണ്. ഇപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ ചെടികളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പുഴുക്കുത്ത് കാണുക, കുറെ പ്രാണികളെ കാണുക, പുഴു ഉണ്ടാവുക, ചിലപ്പോൾ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറെ പൂമ്പാറ്റകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ പറയുന്ന എൻറ്റോമോളജി. അതിൽ ഓരോ ക്രോപ്പിനും വരുന്ന പലതരം പെസ്റ്റുകൾ, അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അതിന് എന്ത് ഫംഗിസൈഡ് അല്ല സോറി അതിന് എന്ത് ഇൻസെക്ടിസൈഡ് ആണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഡിസീസസും ഈ ഇൻസെക്റ്റിനെയും എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ഇതാണ് ഈ 2 കോഴ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നത്, എനിക്ക് പഠിച്ചതിൽ എൻറ്റോമോളജിയാണ് എനിക്ക് ഈ ഒരു ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള സബ്ജക്റ്റ്. ഒരുപാട് പഠിക്കാനുണ്ട് ചെറിയ ടൈമിൽ, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോയാലും നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മളെപ്പോഴും അന്നൊന്നും പഠിച്ചു വെക്കില്ലല്ലോ. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച പോലെ നമ്മൾ ഒരിക്കലും കോളേജിൽ എത്തുമ്പോൾ പഠിക്കില്ല അല്ലെ. നമ്മളെല്ലാം കൂട്ടി കൂട്ടി വെച്ച് അന്ന് എക്സാമിന്റെ തലേന്നാണ് എല്ലാവരും പഠിക്കാറ്. സോ ഞങ്ങളും അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായത്. പക്ഷെ വി ക്യാൻ സ്കോർ. അതാണ് അഗ്രികൾച്ചറിന്റെ ഒരു നല്ലൊരു ഭാഗം എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൈക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലൈക്ക് എപ്പോഴും പഠിച്ചില്ലെങ്കിലും പക്ഷെ എപ്പോഴും പഠിക്കണം, അതെപ്പോഴും നമ്മൾ തലയിൽ നിൽക്കും. എപ്പോഴും പഠിച്ചില്ലെങ്കിലും വി ക്യാൻ സ്കോർ ഗുഡ് മാർക്സ്. നമ്മൾ എന്തായാലും എൻട്രൻസ് ഒക്കെ കഴിഞ്ഞു വരുന്ന കുട്ടികളാണ്. വി ഹാവ് ദാറ്റ് പൊട്ടൻഷ്യൽ. നമ്മളത് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല സ്കോർ വാങ്ങി പാസ്സാവാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അഗ്രികൾച്ചർ എന്ന് ഞാൻ പറയും. സോ അതിനുശേഷം എക്സ്റ്റൻഷൻ ആൻഡ് എക്കണോമിക്സിനെ പറ്റി പറയാം. ഞാൻ എക്സ്റ്റൻഷനിലാണ് PG ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ നമ്മൾ പഠിക്കുന്നത് റൂറൽ സോഷ്യോളജി, ഓൺട്രപ്രണർഷിപ്പ്, റൂറൽ ഡെവലപ്മെന്റ്. അഫ്കോഴ്സ് നമ്മൾ ഫാർമേഴ്സിന് എങ്ങനെ, അതായത് അഗ്രികൾച്ചർ നമ്മൾ ലാബിൽ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ എങ്ങനെ നമ്മൾ ഫാർമേഴ്സിന്റെ അടുത്ത് എത്തിക്കും, എഫക്റ്റീവായിട്ട് എങ്ങനെ ഫാർമേഴ്സിനെ കൊണ്ട് അത് അഡോപ്റ്റ് ചെയ്യിപ്പിക്കും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ റൂറൽ സൈക്കോളജി പഠിക്കണം, റൂറൽ സോഷ്യോളജി പഠിക്കണം. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റ് ആണ്. എല്ലാവർക്കും കണക്ട് ആവില്ല, പക്ഷെ കുറച്ച് പേർക്ക് കണക്ട് ആവും. കണക്ട് ആയതുകൊണ്ടാണ് ഐ എം ഡൂയിങ് PG ഇൻ ദാറ്റ്. പിന്നെ അഗ്രികൾച്ചറൽ എക്കണോമിക്സ്. ഈ നമ്മുടെ അഗ്രികൾച്ചറൽ ഗുഡ്സ് എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം, അതിന്റെ ഫാമിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ്സ് എങ്ങനെയാണ്, അങ്ങനത്തെ എക്കണോമിക് പ്രിൻസിപ്പൽസ് എങ്ങനെ അഗ്രികൾച്ചറിൽ അപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത്. ദെൻ ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവരും ഹോർട്ടിക്കൾച്ചർ, ലാൻഡ്സ്കേപ്പിംഗ്, ഓർണമെന്റൽസ്, നഴ്സറി ഒക്കെ കേട്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് ബേസിക്കലി പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഓർണമെന്റൽ പ്ലാന്റ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, പലതരം ഫ്രൂട്ട്സ്, പലതരം വെജിറ്റബിൾസ്. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റേഷൻ ക്രോപ്സ് ഒരു വലിയ സബ്ജക്റ്റ് ആണ്. അതൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആയിരുന്നു. പ്ലാന്റേഷൻ ക്രോപ്പ്, മെഡിസിനൽ ക്രോപ്പ്, അരോമാറ്റിക് ക്രോപ്സ് എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. പക്ഷെ ഒരുപാട് ക്രോപ്സ് നമുക്കറിയാലോ, നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് ക്രോപ്സ് നമുക്ക്, ഈവൻ നമ്മുടെ അഗ്രോണമിയിൽ നമ്മുടെ നിലത്ത് വളരുന്ന വീഡ്സ് പോലും നമുക്ക് ഏത് സ്പീഷീസ് ആണ്, അതിന്റെ സയന്റിഫിക് നെയിം, ഐഡന്റിഫിക്കേഷൻ ഒരുപാട് കഷ്ടമായിരുന്നു കേട്ടോ. പ്രാക്ടിക്കലിലേക്ക് ഞാൻ പിന്നെ വരാം. ദെൻ പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ പുതിയ പുതിയ വെറൈറ്റീസ് റിലീസ് ചെയ്യുന്നതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഇത് റിലീസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പ്ലാന്റ് ബ്രീഡിംഗ് ജെനറ്റിക്സിലൊക്കെ ഡീൽ ചെയ്യുന്നത്. പിന്നെ സോയിൽ സയൻസ്. സോയിൽ സയൻസ് എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. കുറച്ച് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ളവർ, ചിലർക്ക് ഈസി ആയിരിക്കും, പക്ഷെ ചിലർക്ക് ടഫ് ആയിരിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ പറയാൻ പോകുന്നത് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ നാട്ടിൽ കാണുന്നുണ്ടല്ലേ ഒരുപാട് ട്രാക്ടേഴ്സ്, പുതിയ പുതിയ മെഷീൻസ്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുക, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുക, സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, ഇറിഗേഷൻ എങ്ങനെ പ്ലാൻ ചെയ്യാം, എല്ലാ തരത്തിലുള്ള ഓട്ടോമേഷനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്. സോ അപ്പോൾ മേജർ ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പക്ഷെ മേജർ സബ്ജക്ട്സ് കവർ ചെയ്താലും ഇനിയും സബ്ജക്ട്സ് ഉണ്ട്. പക്ഷെ അത് ഇമ്പോർട്ടൻറ്റും ആണ്. അങ്ങനെ വരുന്ന സബ്ജക്ട്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അഗ്രികൾച്ചറൽ മൈക്രോബയോളജി, അഗ്രികൾച്ചറൽ ബയോടെക്നോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, അഗ്രികൾച്ചറൽ ബയോടെക്നോളജി, അഗ്രികൾച്ചറൽ മൈക്രോബയോളജി തുടങ്ങിയ സബ്ജക്ട്സ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, അതായത് ഹോം സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, PG പെർസ്യൂ ചെയ്യാനുള്ള അവസരമുണ്ട്.
ഇടയ്ക്ക് എൻ്റെ മൈക്ക് ചെറുതായിട്ടൊന്ന് പണി പാളി. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇന്നിപ്പോൾ കൈ പിടിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ കണ്ടിന്യൂ. സോ നമ്മൾ വിചാരിക്കും അഗ്രികൾച്ചർ എടുത്താൽ മാത്സിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ മാത്സിൻ്റെ ഒന്നും ഒരു ഉപയോഗവും ഇല്ല. പക്ഷേ ഉണ്ട്. അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ചെറുതായിട്ട് പണി കിട്ടി. പക്ഷെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കുമോ? ഇല്ല, നമ്മൾ അത് തിരിച്ചു പിടിച്ചു. നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക്. സോ ആരും അതിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട. അഗ്രികൾച്ചർ ആസ് എ കോഴ്സ് ഞാൻ പറയുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സ് തന്നെയാണ്, പറ്റിയ ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ്. 4 വർഷം ഉണ്ട്. പക്ഷെ 4 വർഷത്തിൽ പഠിച്ചു തീരുന്നതിനെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ പഠിച്ചെടുക്കും. അങ്ങനെ ഒരു അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് എന്തിനും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും എക്യുപ്ഡ് ആയിട്ടാണ് നമ്മൾ പുറത്തിറക്കുള്ളൂ. ബിക്കോസ് നമ്മൾ ഈ 4 വർഷത്തിൽ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസിലൂടെയും ഒരുപാട് കണ്ടീഷൻസിലൂടെ ഒക്കെ തരണം ചെയ്തിട്ടാണ് പുറത്ത് വരുന്നത്. സോ ഫൈനലി നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടേ നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിടുള്ളൂ. സോ ഞാനിപ്പോൾ തിയറി സബ്ജക്ട്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രാക്ടിക്കൽ എന്താണ് ചെയ്യേണ്ടി വരിക എന്നാണ് പറയാൻ പോകുന്നത്. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പം ഫസ്റ്റ് അഗ്രോണമി എടുക്കാം. അഗ്രോണമിയിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൈസ് പ്രൊഡക്ഷൻ ഉണ്ട്. റൈസിൻ്റെ ഫ്രം സോയിങ് ടു ഹാർവെസ്റ്റിംഗ് അത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന അത്രയും പ്രോസസ്സ് നമ്മൾ തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. ആസ് എ ബാച്ച് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ, ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടൈമാണ് ഈ റൈസിൻ്റെ ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം ട്യൂബർ ക്രോപ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. അത് നമ്മുടെ സാഹചര്യത്തിലായതുകൊണ്ട് നമ്മൾ മെയിൻലി കപ്പയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പ്ലോട്ട് നമുക്ക് ചെയ്യണം. അത് എന്തെങ്കിലും ഒരു മില്ലറ്റ് ക്രോപ്പും അതുപോലെ തന്നെ പൾസ് ക്രോപ്പും ഒക്കെ ആയിട്ടായിരിക്കും. ഇത് ഓരോരോ സെമസ്റ്ററുകളിൽ ഓരോരോ സമയത്തായിട്ടായിരിക്കും നമുക്ക് ലാൻഡ് അലോട്ട് ചെയ്ത് നമ്മളായിട്ട് ചെയ്യേണ്ടത്. അതാണ് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് എന്ന് പറയുന്നത്. പിന്നെ എൻറ്റോമോളജി പാത്തോളജി കേസിലേക്ക് വരുമ്പോൾ ഡിസീസ്ഡ് ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക, അതിന് ഏത് തരം മരുന്നുകളാണ് കൊടുക്കേണ്ടതെന്ന് പഠിക്കുക. അതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് കാര്യങ്ങളാണ്. ഇതിൽ വരുന്ന ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് എൻറ്റോമോളജിയിൽ ഇൻസെക്ട് റയറിംഗ് എന്ന് പറയുന്നത്. ഇൻസെക്റ്റിനെ നമ്മൾ പുഴുവിനെ പിടിച്ച് അതിനെ വളർത്തി പൂമ്പാറ്റയായിട്ട് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസെക്ട് ബോക്സ് നമ്മൾ വെക്കേണ്ടി വരും. പല ഇൻസെക്ട്സിനെ കളക്ട് ചെയ്ത് അതിനെ പ്രിസർവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മളെ പ്രാക്ടിക്കൽ വർക്കിന്റെ ഭാഗമാണ്. അതുപോലെ എഞ്ചിനീയറിങ്ങിലൊക്കെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ്, എൻജിൻസ് ഇതൊക്കെ ഫെമിലിയറൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ എക്യുപ്പ് ആക്കുന്നു, അത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. അത് എഞ്ചിനീയറിങ്ങിൻ്റെ ഒന്നും പ്രാക്ടിക്കൽ അത്ര ടഫല്ല. മെയിൻലി നമുക്ക് ഒരുപാട് പണി വരുന്ന അഗ്രോണമി, എൻറ്റോമോളജി, പാത്തോളജി സബ്ജക്ട്സിലാണ്. ഹോർട്ടിക്കൾച്ചറിലും അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ ക്രോപ്സ്, നമ്മുടെ ഫ്രൂട്ട് ക്രോപ്സ്, ഓർണമെന്റൽ ക്രോപ്സ് എന്തിനു വേണ്ട അഗ്രോണമിയിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് പുല്ലായിട്ട് വളരുന്ന കളയെ പോലും നമ്മൾ വെറുതെ വിടുന്നില്ല. എല്ലാം നമ്മൾ പഠിക്കണം. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഉൾപ്പെടെ ഫാമിലി, ജീനസ് എല്ലാം നമ്മൾ പഠിക്കണം. സോ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഐ ക്യാൻ സേ ഇറ്റ് ഈസ് എ 360 ഡിഗ്രി സബ്ജക്ട്സ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മേ ബി ഇൻട്രസ്റ്റോടെ വന്നവരായിരിക്കും, ഇൻട്രസ്റ്റ് ഇല്ലാതെ വന്നവരായിരിക്കും, എല്ലാവർക്കും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്ക് കണക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അഗ്രികൾച്ചറിനെ പറ്റി ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനിയിപ്പം എന്തെങ്കിലും പുതിയ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഞാൻ ടൈം കിട്ടുന്ന പോലെ തന്നെ ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ പഠിത്തത്തിൻ്റെ ഇടയിലൊക്കെ ആയിട്ടാണ് ചെയ്യാൻ പറ്റാത്തത്. സോ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എല്ലാവർക്കും ലൈക്ക് ഒരു ഈസി കം ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിഗ്രി തന്നെയാണ്. ഇനി ഇപ്പം അബ്രോഡ് ആയാലും ഇന്ത്യയിൽ തന്നെ നിൽക്കാനാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ തേടിയെടുക്കുന്ന പോലെ ഇരിക്കും. നല്ല ഒരു ജോബ് സെക്യൂരിറ്റി ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. സോ ഒട്ടും കുറവല്ല ഡോക്ടർ എഞ്ചിനീയറെ പോലെ അല്ല, ഡോക്ടർ എഞ്ചിനീയറെക്കാട്ടിലും ഒട്ടും കുറവല്ല അഗ്രികൾച്ചർ ഡിഗ്രി എന്ന് തന്നെ ഞാൻ പറയും. സോ ഇതിന് താല്പര്യമുള്ളവർ എന്തായാലും ജോയിൻ ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കറൻറ്റ് സിലബസ് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ സബ്ജക്ട്സും റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. കുറച്ചുകൂടി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ ആൻഡ് ഡു കമൻറ്റ് ദ സജഷൻസ് ഓൾസോ. ബൈ.